മലക്കം മറിഞ്ഞ NSS. NSSന്റെ നയം മാറ്റം നേട്ടമായി വിലയിരുത്തുകയാണ് CPM. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. UDF-നും BJP-ക്കുമെതിരെ സുകുമാരൻ നായർ ഉയർത്തിയത് സൃഷ്ടിപരമായിട്ടുള്ള വിമർശനമാണെന്നായിരുന്നു വാസവന്റെ പ്രതികരണം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സഹായകരമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനതിലെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. NSSന്റെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് അദ്ദേഹം പ്രതിനിധി അയച്ചു, കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് വന്ന വിഷയങ്ങളാണ് വാർത്തയായി കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDF-നും BJP-ക്കും എതിരായി. NSS നിലപാടിനെ സ്വാഗതം ചെയ്ത SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS എക്കാലവും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. വിഷയാധിഷ്ഠിതമായിട്ടാണ് NSS നിലപാട് സ്വീകരിക്കാറുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോൺഗ്രസിനെതിരെ NSS കൈക്കൊണ്ട നിലപാട് ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി NSS അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. VV വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഈ NSSന്റെ ഈ നയം മാറ്റമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി സംസ്ഥാനം ചർച്ച ചെയ്തത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? എൽദോ, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് NSSന്റെ നിലപാട് ഏറെ വ്യക്തമായിരുന്നു. കാരണം പിണറായിയും സുകുമാരൻ നായരും തമ്മിലുള്ള ഉരസൽ എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. NSSന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ പോയിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമാകുമ്പോഴേക്ക് ആ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ സമദൂര സിദ്ധാന്തം എന്ന നിലയ്ക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും NSS ആ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാകട്ടെ വളരെ പ്രകടമായി NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ LDF-നെ പിന്തുണയ്ക്കുന്ന, CPM-നെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലാണ് സർക്കാരിൻ്റെ ചെയ്തിയെ വാനോളം പ്രശംസിക്കുന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഈ പ്രശംസയ്ക്ക് അപ്പുറത്തേക്ക് UDF-ൻ്റെയും BJP-യുടെയും നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ നിലപാടുകൾ കാപട്യമാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ശരിയുള്ളതല്ല എന്ന നിലയ്ക്ക് പോലും ആ ഒരു നിലയിലേക്ക് അവരുടെ നിലപാട് മാറുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. മാത്രമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും സുകുമാരൻ നായർ കഴിഞ്ഞ കുറേ കാലമായി അത്ര രസത്തിലായിരുന്നില്ല. ഇടയ്ക്കൊരു വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ രണ്ട് സംഘടനകളും ചേർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് നായരീഴവ ഐക്യം എന്ന വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി ഇരു സംഘടനാ നേതാക്കളും വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും ഈ തെറ്റലിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടും ശ്രദ്ധേയമാണ്. വിഷയാധിഷ്ഠിതമായാണ് NSS നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സുകുമാരൻ നായരുടെ നിലപാടിനെ വെള്ളാപ്പള്ളി കൂടി അനുകൂലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് വലിയ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലെ നിരസം തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നുണ്ടായിരിക്കുന്നതും. അങ്ങനെ ആരെങ്കിലും മുതലെടുക്കാം എന്ന് കരുതേണ്ടതില്ല എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു. പക്ഷേ സാമുദായിക സംഘടനകൾ, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ LDF-ലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് NSSന്റെ സമദൂര സിദ്ധാന്തത്തിൽ മാറ്റം വരുന്നു എന്നതുകൂടി നമ്മളിവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണല്ലോ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.